ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഡിസൈനർ ലാമ്പിന് വേണ്ടി വേണ്ടത്. ഇത് പോയ ബൾബ് ഉണ്ടെങ്കിലും മതി. ഞാനിപ്പം എൻ്റെ പോയ ബൾബ് ഇല്ലായിരുന്നുകൊണ്ട് പുതിയത് വാങ്ങിയതാണ് 3 ബൾബ്. ഒരെണ്ണത്തിൽ 5 LED വെച്ചിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം 15 LED. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ആദ്യമായിട്ട് ഈ ബൾബിൻ്റെ സൂക്ഷിച്ച് ഇവിടം പൊട്ടിച്ച് അതിനകത്തെ സാധനം എടുത്ത് കളയണം. ഇതൊരു ചെറിയ പണിയാണ്. അത് ഒടിഞ്ഞിട്ടുണ്ട്. അത് ഫ്രീ ആയി. ഈ കാത് നിൽക്കുന്നോണ്ടാണ് വരാൻ ഇത്ര താമസം തോന്നും. സൂക്ഷിച്ച് ഇതിൻ്റെ ഈ സൈഡിൽ നിൽക്കുന്ന ആ ഇതെല്ലാം കളയണം. എങ്കിലേ അകത്ത് കിടക്കുന്ന അത് നമുക്ക് എടുത്ത് കളയാൻ പറ്റത്തുള്ളൂ. ഫിലമെന്റിന്റെ ആ ഭാഗം അതിൽ നിന്ന് വെളി പോന്നിട്ടുണ്ട്. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 3 ബൾബുകളാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ അകത്തെ എല്ലാം കളഞ്ഞ് 3 റെഡിയാക്കുക. നമ്മൾ 3 ബൾബിൻ്റെയും അകത്തെ എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. 3 ബൾബാണ് ചെയ്യുന്നത്. ഒരു ബൾബിനകത്ത് 5 LED വീതം നമുക്ക് വെക്കാം. ഇപ്പോൾ LED സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വയറിനകത്ത് നൂൽക്കമ്പിയാണ് എടുത്തിരിക്കുന്നത്. വയർ ബൾബിൽ വരുമ്പോഴത്തേന് ആ വയറിൻ്റെ കളറ് കാണുന്നതുകൊണ്ട് അതൊരു സുഖമില്ലായിരിക്കും. അപ്പോൾ ഈ നൂൽക്കമ്പിയിൽ സോൾഡർ ചെയ്താൽ മതി. നമുക്കിനിപ്പോൾ LED
അഞ്ചെണ്ണം വെച്ച് സീരിയൽ ആയിട്ട് സോൾഡർ ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ലെഗ് അങ്ങ് ചേർത്ത് കട്ട് ചെയ്യാം, അപ്പൊ തീരെ നീളം കുറഞ്ഞിരിക്കും. ഞാൻ ഇതുപോലൊരു അടപ്പെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ ബൾബുകൾ പിടിപ്പിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഇവിടെ 2 ഹോൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ റൂഫിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോഴേ ഹാങ് ചെയ്യാൻ എളുപ്പമുണ്ടാകും. പോസിറ്റീവാണ് സോൾഡർ ചെയ്തിരിക്കുന്നത്. അടുത്ത ബൾബിന്റെ നെഗറ്റീവിലേക്ക് സോൾഡർ ചെയ്യാം. നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേന് ഈ വെട്ടുള്ള ഭാഗം അല്ലെങ്കിൽ ഈ അകത്ത് വലിയ ഇതുള്ള നിരത്തി വെച്ചങ്ങ് സോൾഡർ ചെയ്ത് പോയാൽ മതി. എന്നിട്ട് ഇടവശം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി.
5 LED സീരിയലായിട്ട് സോൾഡർ ചെയ്യും. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബൾബിനകത്തേക്ക് ഇറക്കുക. ഇപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് ഇതിൽ വയറ് കാണാൻ പറ്റത്തില്ല, കമ്പിയായത് കാരണം. എന്നിട്ട് മുകളിൽ വശത്ത് നിന്ന് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുക. അപ്പം ഈ വയറെടുക്കുമ്പോൾ ഇത് തമ്മിൽ കൂട്ടിമുട്ടാൻ നോക്കണം. ഈ കമ്പി ഈ വയറിൻ്റെ LED തമ്മിൽ ഷോർട്ടായിട്ടിരിക്കാതെ വെച്ചിട്ട് വേണം. അതൊരു സ്ക്രൂ ഡ്രൈവറോ വല്ലതും വെച്ച് അതിനകത്ത് അലൈൻ ചെയ്താൽ മതിയാവും. ആ സൈഡും ഗ്ലൂ ഗണ്ണിന് ഒട്ടിക്കുക. രണ്ട് സൈഡിലാക്കി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കമ്പി തമ്മിൽ കൂട്ടിമുട്ടിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം അകത്തത്, അല്ലെങ്കിൽ ബൾബ് കത്തത്തില്ല. ഇതിൽ നമുക്ക് ക്യാപ്പ് ഇടാം. ഇടുന്നതിന് മുന്നേ ഈ മണ്ട അകത്തോട്ടൊന്ന് ചലക്കി വെക്കുകയാണെങ്കിൽ കുറച്ചൊരു കയറാൻ എളുപ്പമുണ്ടായിരിക്കും. ഇതിലേക്ക് പശ കുറച്ചൊരു ഒഴിച്ചു കൊടുക്കുക. ക്യാപ്പിനകത്തും പശ ഗ്ലൂ ഗൺ ഒഴിക്കുക. ഒരു ബൾബ് പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ 3 ബൾബിൻ്റെയും ക്യാപ്പും ഇതെല്ലാം പിടിപ്പിച്ച് സോൾഡറിങ്ങും എല്ലാം കഴിഞ്ഞ് 3 റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനുള്ള ചോക്ക് ഉണ്ടാക്കണം, എങ്ങനെയാണെന്ന് നോക്കാം. ചോക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ കമ്പോണൻറ്റ് നമ്മുടെ LED സീരിയൽ ബൾബിന് ആവശ്യമായ കമ്പോണൻറ്റ് തന്നെയാണ്. ഒരു 1K റെസിസ്റ്റർ, ഡയോഡ് 4007 ഡയോഡ്, 4007 ഡയോഡാണിത്. ഇത് 4 എണ്ണം. $474J 450 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ വേണം. ഇത് ഈ ഒരു കപ്പാസിറ്റർ. ഇത്രയാണ് ചോക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനം. ഡയോഡ് ആദ്യം ബ്രിഡ്ജ് ചെയ്യുക. ഈ 2 നെഗറ്റീവ് തമ്മിൽ കൂട്ടിപ്പിരിക്കുക ഡയോഡിൻ്റെ. ബാക്കിയുള്ള 2 ഡയോഡിൻ്റെ പോസിറ്റീവ് വശങ്ങൾ കൂട്ടിപ്പിരിക്കുക. ഡയോഡിൻ്റെ പോസിറ്റീവ്
ഈ നെഗറ്റീവും പോസിറ്റീവും തിരിച്ചറിയാൻ വേണ്ടി നെഗറ്റീവ് ഉള്ള സൈഡിലാണ് ഈ ഒരു വരയുള്ളത്. ഈ സിൽവർ മാർക്കിംഗ് കാണുന്നതാണ് ഡയോഡിൻ്റെ നെഗറ്റീവ്. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്. അപ്പം ഈ രണ്ട് പോസിറ്റീവ് തമ്മിൽ കൂട്ടിപ്പിരിക്കുക രണ്ടാമത്തേതിൻ്റെ. ഇനി നമ്മൾ ഈ നെഗറ്റീവ് തമ്മിൽ പിരിച്ചു വെച്ചിരിക്കുന്നതും പോസിറ്റീവ് തമ്മിൽ പിരിച്ചതും കൂടെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ പിരിക്കുക. ഇങ്ങനെയാണ് ഡയോഡിന്റെ ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കുന്നത്. ഇതിലെ ഈ രണ്ട് നെഗറ്റീവ് വരുന്ന ഭാഗം പോസിറ്റീവും, ഈ രണ്ട് പോസിറ്റീവ് വരുന്നത് നെഗറ്റീവ് വോൾട്ടേജ് നമുക്ക് സെക്കൻഡറി കിട്ടും. നെഗറ്റീവും പോസിറ്റീവും കൂടെ വരുന്ന ഭാഗത്താണ്, അതായത് ഈ പോയിന്റിലും ഈ പോയിന്റിലുമാണ് നമ്മൾ AC കണക്ട് ചെയ്യേണ്ടത്. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് ഡയോഡിന്റെ ഈ ഭാഗത്തും ഈ ഭാഗത്തുമാണ് AC കൊടുക്കേണ്ടത്. ഇത് രണ്ടും DC ഔട്ട്പുട്ടുകളാണ്. ഈ ഡയോഡിന്റെ നെഗറ്റീവ് വരുന്നതും നെഗറ്റീവും, ഡയോഡിന്റെ പോസിറ്റീവ് വരുന്നിടത്ത് നെഗറ്റീവ് വോൾട്ടും, നെഗറ്റീവ് വരുന്നിടത്ത് പോസിറ്റീവ് വോൾട്ടും ആയിരിക്കും വരുന്നത്. ഈ ഡയോഡിന്റെ AC ഇന്നിലേക്ക് ഈ 474Jയുടെ ഒരു കപ്പാസിറ്റർ കൂടെ പിരിക്കുക. സോൾഡർ ചെയ്യുന്നതിന് മുന്നേ അങ്ങ് പിരിക്കുകയാണെങ്കിൽ എന്നിട്ട് സോൾഡർ ചെയ്താൽ മതി. ACയുടെ കൊടുക്കുന്ന മറ്റേ ഭാഗത്ത് 1Kയുടെ റെസിസ്റ്റർ 1 വാട്ട് അല്ല 1 വാട്ടോ 2 വാട്ടോ അതുകൂടെ പിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ആവശ്യമില്ലാത്ത ലീഡെല്ലാം കട്ട് ചെയ്ത് കളയുക. സോൾഡർ ചെയ്യുക. സോൾഡർ ചെയ്തു. ബാക്കിയുള്ള പോയിന്റൂടെ സോൾഡർ ചെയ്യുക. സോൾഡർ ആയിട്ടുണ്ട്. ഇതിലെ ഈ വശത്തുമാണ് നമ്മൾ ലൈനിൽ നിന്നുള്ള 230 വോൾട്ട് AC കൊടുക്കേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയ LED-യിലേക്കുള്ള കണക്ഷൻ കൊടുക്കുക. അതവിടെ ഇരിക്കട്ടെ. അപ്പം എന്നിട്ട് നമുക്കിനി ഈ LED അല്ലെങ്കിൽ ബൾബുകൾ മൂന്നും ഒരേ നീളമല്ലാതെ ഇതിന്റെ വയറിന്റെ നീളം ഒന്ന് കുറയ്ക്കണം. എന്നാലേ ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ കാണാൻ. അപ്പം മൂന്ന് നീളത്തിൽ ഞാൻ ഈ ഇത് വയറിന് 3 നീളത്തിൽ മുറിക്കാൻ പോവാണ്. ഇങ്ങനെ 3 നീളത്തിൽ ഞാൻ ഈ ബൾബുകൾ ഇങ്ങനെ കട്ടാതെ അതിലേക്ക് നമുക്ക് ഒരു സ്ലീവ് ഇടുകയാണെങ്കിൽ ഈ വയർ കാണാതെ വൃത്തിയായിട്ടിരിക്കും. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഈ സ്ട്രിങ് ട്യൂബ് എന്ന് പറയുന്ന സ്ലീവാണ്.
ഈ റബ്ബർ ട്യൂബ് പോലെ ഇരിക്കും. ഇത് ചൂടാക്കി കഴിഞ്ഞാൽ വയറുമായിട്ട് ചേർന്ന് അങ്ങ് ഫിറ്റായിരിക്കും. ഒട്ടും സ്പേസ് ഇല്ലാതെ വൃത്തിയായിട്ട് ഇരിക്കുന്നതായിരിക്കും. മൂന്ന് ബൾബുകളിലും നമ്മൾ സ്ലീവ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഈ അടപ്പിൽ സെൻട്രൽ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് റൂഫിൽ ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ചോക്ക് ഇങ്ങനെ ഒരു കുഴിവുള്ള പാത്രം ആകുമ്പോഴത്തേന് ചോക്ക് ഇതിനകത്ത് ഇരുന്നോളൂ. അപ്പോൾ ഇതിങ്ങനെ ഭിത്തിയിൽ ചേർത്ത് വെച്ചാലും കുഴപ്പമില്ല, ചോക്ക് ഇതിനകത്തിരിക്കും. നമുക്കിതിലൊരു ഇനി ഒരു 3 ഹോൾ ഇടണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സോൾഡറിങ്ങാണ് ഉപയോഗിച്ചൊരു 3 ഹോൾ ഇടുക. ഹോള് എന്നോടൊന്ന് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ക്ലിയർ ചെയ്തു ശേഷം ഈ 2 വയർ പീസ് എടുത്തിട്ട് AC ഇന്ന് കൊടുക്കാനുള്ള 2 വയർ എടുക്കുക. ഇതിലാണ് നമ്മൾ സപ്ലൈ കൊടുക്കേണ്ടത്. സോൾഡറിങ് ഫ്ലക്സ് തേച്ച് കൊടുത്തിട്ട് സോൾഡർ ചെയ്യുകയാണെങ്കിൽ സോൾഡറിങ് പെട്ടെന്ന് പിടിക്കും. സോൾഡർ ചെയ്യും. AC കൊടുക്കാനുള്ള ലൈനുകൾ 2 സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് ഈ 3ൻ്റെ കണക്ഷനുകൾ എടുത്ത് കൊടുക്കുക. അതിന് മുന്നേ ഈ 3 ബൾബുകളും ഈ ഹോളിൽ കൂടെ കയറ്റിയിട്ട് ഗ്ലൂ ഗൺ ഇട്ട് ഒട്ടിക്കുക.
ഒരു 3 or 5 ബൾബൊക്കെ ചെയ്യാം. ഒത്തിരി ബൾബ് ഉണ്ടെങ്കിൽ ഭംഗി കൂടുതലായിരിക്കും. ഞാനിപ്പോൾ 3 ബൾബാണ് കാണിച്ചേക്കുന്നത്. ബൾബിൻ്റെ എണ്ണം കൂട്ടിയാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതിങ്ങനെ. മൾട്ടിമീറ്ററിന്റെ ലീഡ് അല്ല ഇത്, ലീഡ് ടെസ്റ്ററാണ്. നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു LED ടെസ്റ്ററാണിത്. നെഗറ്റീവും പോസിറ്റീവും തിരിച്ചറിയാൻ ഉപയോഗിക്കും. അത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഇതാണ് നെഗറ്റീവ്, ഇതിൻ്റെ താഴെ കാണുന്നതാണ് നെഗറ്റീവ്. ഇതിൻ്റെ നെഗറ്റീവ് ഒന്നും കത്തുന്നുണ്ട്. ഉണ്ട്. ഇതാണ് നെഗറ്റീവ്. ഈ നെഗറ്റീവും ഇപ്പുറത്തെ മാലയുടെ പോസിറ്റീവും കൂടെ പിരിക്കുക. അതൊരു സീരിയൽ കണക്ഷൻ. ഈ നെഗറ്റീവും ഇവിടുത്തെ മാലയുടെ നെഗറ്റീവും കൂടെ പിരിക്കണം. നീളക്കുറവായത് കാരണം അവിടെ ഒരു പീസ് വയർ ഉപയോഗിക്കേണ്ടി വന്നു. ഇച്ചിരി വയർ നീളത്തിലെടുക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ജോയിൻ്റ് ഒഴിവാക്കാൻ പറ്റും. സോൾഡർ ചെയ്യുന്നതിന് മുന്നേ നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഹാങ് ചെയ്ത് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ ഇത് എങ്ങനെ എത്ര ഭംഗി ഉണ്ടാവും എന്നുള്ളത്.